ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 15, 2024 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായൊരു ഫുട്ബോൾ വാർത്ത വന്നത് സന്തോഷ് ട്രോഫി മൈതാനത്ത് വെച്ചാണ്. ഇന്ന് കേരളം ശക്തരായ ഗോവയെ 3-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഗ്രേഡ് സന്തോഷ് ട്രോഫിയുടെ ഈ വർഷത്തെ 2ാം റൗണ്ട് മത്സരങ്ങളാണ്. കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ 6 ടീമുകളുണ്ട്. കേരളം, ഗോവ, തമിഴ്നാട്, ഡൽഹി, ഒറീസ, മേഘാലയ. ഈ 6 ടീമുകളിൽ നിന്ന് 4 ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ഏതായാലും കേരളം ഇന്ന് ജയിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിൽ 3-1 കേരളം മുമ്പിലായിരുന്നു. 2ാം പകുതിയിൽ വീണ്ടും ഒരു ഗോൾ കൂടി നേടി. 70ാമത്തെ മിനിറ്റിൽ കേരളം 4-1 ലീഡിലായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഗോവ 2 ഗോൾ തിരിച്ചടിച്ചു. അങ്ങനെ മൊത്തം 4-3 കേരളം വിജയിച്ച് കയറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫുട്ബോൾ വാർത്തകൾ വരുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് ഫുട്ബോളിൽ നിന്നാണ്. നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ഇന്നലെയും ഇന്നൊക്കെ മത്സരങ്ങളുണ്ട്. ഇന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലാണ്. രാത്രി 10 മണിക്ക് മാഞ്ചസ്റ്റർ ഡെർബി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ വാശിയും ആവേശം ഉയർത്തുന്ന ഒരു മത്സരമാണ് മാഞ്ചസ്റ്റർ ഡെർബി. പക്ഷേ ഈ വർഷം രണ്ടുപേരും കുറേ സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് എത്രത്തോളം കളിയിൽ പ്രതിഫലിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതേസമയം നമുക്കറിയാം, കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ സിറ്റി പോർച്ചുഗലിൽ ചെന്ന് സ്പോർട്ടിംഗ് ലിസ്ബണോട് പരാജയപ്പെട്ടിരുന്നു. അന്നത്തെ സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ കോച്ചാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റേതായൊരു വാശി കൂടെ ഉണ്ടാകും. ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ലിവർപൂൾ ഫുൾഹാമുമായി 2 ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. 17ാമത്തെ മിനിറ്റിൽ ലിവർപൂളിൻ്റെ റോബർട്ട്സൺ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനു ശേഷം 10 വരെ വെച്ചാണ് അവർ കളിച്ചത്. ഗാക്പോ, ജോട്ട എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളടിച്ചത്, ലിവർപൂളിന് വേണ്ടി ഗോളടിച്ചത്. മുഹമ്മദ് സാല ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച പ്രീമിയർ ലീഗ് കളിക്കാരൻ എന്ന അവാർഡും ഇതോടൊപ്പം അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 2-1 നമ്മുടെ എമിലിയാനോ മാർട്ടിനസിൻ്റെ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇപ്പോൾ ലീഗിൽ 4ാം സ്ഥാനത്താണ് ഉള്ളത്. മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ലീസെസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ലീസെസ്റ്റർ സിറ്റിയെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് അവർ കോച്ചിനെ മാറ്റി പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ അവരുടെ കോച്ച് നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഇതിഹാസ കളിക്കാരനൊക്കെ ആയിരുന്ന റോഡ് വാൻ നിസ്റ്റർലൂയിയാണ്. നിസ്റ്റർലൂയി വന്ന ശേഷം കഴിഞ്ഞ കളി അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കളി അവർ 4 ഗോൾക്ക് ന്യൂകാസിലിനോട് പരാജയപ്പെട്ടു. ജനുവരിയിൽ അവർക്ക് ടീമംഗങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റം വരുത്തിയേക്കാം. അതേസമയം ന്യൂകാസിലിന് വേണ്ടി ബ്രൂണോ ഗിൽമാറസ് ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ബ്രൂണോ ഗിൽമാറസ് അടുത്ത മാസം മുതൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു മത്സരത്തിൽ ആർസനലും എവർട്ടണും സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മാഞ്ചസ്റ്റർ ടീമുകൾക്ക് പുറമെ ചെൽസിക്കൊക്കെ ഇന്ന് കളികളുണ്ട്. അതേസമയം ലാലിഗയിൽ ഇന്നലെ റിയൽ മാഡ്രിഡിന് സമനില ആയിരുന്നു. വല്ലലോയിഡാണ് അവരെ 3 ഗോൾ വീതമടിച്ച് സമനിലയിൽ പിടിച്ചു നിർത്തിയത്. ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനും ബാഴ്സലോണക്കൊക്കെ ലാലിഗയിൽ കളിയുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 2ാം സ്ഥാനത്തേക്ക് കയറാം. ബാർസലോണ തന്നെയാണ് ഇപ്പോഴും 1ാം സ്ഥാനത്തുള്ളത്. അതേസമയം ഇറ്റാലിയൻ ലീഗിൽ ഇന്നലെ അത്ലാൻ്റയും നാപ്പോളിയും വിജയിച്ചു. അതേസമയം യുവൻറ്റസിന് സമനിലയായിരുന്നു. ഇറ്റാലിയൻ ലീഗിൽ ഇപ്പോൾ അത്ലാൻ്റയാണ് 1ാം സ്ഥാനത്ത് ഉള്ളത്. അതേസമയം ഇന്നലെ ജർമ്മൻ ലീഗിൽ ബയേൺ മ്യൂണിക്ക് പരാജയപ്പെട്ടു. ഇപ്പോഴും ബയേൺ മ്യൂണിക്ക് തന്നെയാണ് ലീഗിൽ 1ാം സ്ഥാനത്ത് ഉള്ളത്. അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടു. ഇന്നലെ മികച്ച കളി പുറത്തെടുത്തെങ്കിലും മോഹൻ ബഗാനോട്
2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടാനായിരുന്നു വിധി. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളും മോഹൻ ബഗാൻ 3 ഗോളും അടിച്ചു. മോഹൻ ബഗാനാണ് ഇപ്പോൾ ലീഗിൽ 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ബാംഗ്ലൂർ, 3ാം സ്ഥാനത്ത് ഒറീസയുമാണുള്ളത്. അതേസമയം ബാംഗ്ലൂർ ഇന്നലെ സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.